കാർത്തിക്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യത്തിൻ്റെ മഹോത്സവമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൻ്റെ മഹോത്സവമായിട്ടാണ് ഇന്ത്യയിൽ നമ്മളെല്ലാവരും തിരഞ്ഞെടുപ്പിനെ കാണുന്നത്. അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി എന്ന് പറയുന്നതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. സ്വതന്ത്രമായി സഞ്ചരിച്ച് വോട്ട് പിടിക്കുക എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയുടെ അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്. ഈ ജനാധിപത്യ മഹോത്സവം വിജയമാക്കാനുള്ള ഏറ്റവും അവിഭാജ്യമായ ഘടകവുമാണ്. എനിക്ക് മനസ്സിലാകാത്ത കാര്യം, രമേശ് പിഷാരിയുടെ പോലൊരു സ്ഥാനാർത്ഥി കടന്നു പോകുമ്പോൾ അത് ആക്രമിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുക എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പ്രചരണം നടത്താൻ പാടില്ല എന്ന് പറയുന്നത്, അപ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പിൽ വിശ്വസിക്കാത്തവരല്ലേ അത് ചെയ്യുള്ളൂ? ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്തവരല്ലേ ചെയ്യുള്ളൂ? ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം എല്ലാവരുടെയും പ്രചരണം നടക്കും, അവസാനം ജനങ്ങൾ ഒരാളെ സ്വീകരിക്കും, അതിനെ അംഗീകരിക്കും. അതാണ് പതിവ്. ഇവിടെ കണ്ടത് വിചിത്രമാണ്. അപ്പോൾ ജനാധിപത്യത്തിന് പുതിയ നിർവചനം കൊടുക്കുന്ന രീതിയാണ് ഇതിലെ കണ്ടത്. പക്ഷേ ഞങ്ങളതിനകത്തോട് തീരുമാനിച്ചിരിക്കുന്നത്, ഇതിൽ ഞങ്ങൾ അതിന് പോയി കൗണ്ടർ കലാപം ഉണ്ടാക്കാനോ കൗണ്ടറായി തടയാനോ ഞങ്ങളും അവരെ പോലെ ആയില്ലേ? ഇത് ജനങ്ങൾ കാണട്ടെ. സാർ, പ്രതിഷേധ പ്രകടനം ആദ്യം ഇവിടുത്തെ പാർട്ടി അംഗങ്ങൾ ആദ്യം ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഇന്ന് പെസഹ വ്യാഴമാണ്. മാത്രമല്ല BJP എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ കുത്തിത്തിരിപ്പുണ്ടാക്കുകയും അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രകടനവും പന്തം കൊളുത്തി റോട്ടിലേക്ക് ഇറങ്ങലും ഒക്കെയുള്ള പരിപാടികളായി മാറുകയും അതിൽ നിന്ന് വെള്ളം കലക്കിയ ശേഷം എന്തെങ്കിലും മീൻ കിട്ടുമെന്ന് നോക്കുന്നൊരവസ്ഥ ഉള്ളതുകൊണ്ട് ഇത് കലങ്ങാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പെസഹ വ്യാഴമായിട്ട് ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ ഇറങ്ങണ്ട, നമ്മുടെ ഫോക്കസ് മാറണ്ട, പ്രചരണത്തിൽ തന്നെ നമ്മൾ സൂക്ഷിക്കുക, ജനങ്ങൾ വിലയിരുത്തുന്നുണ്ടെന്ന് പറഞ്ഞ് സത്യത്തിൽ ഇവിടുത്തെ നേതൃത്വത്തോട് ഇന്നലെ ഈ ഒരു വൻ പ്രതിഷേധങ്ങൾ, തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടത് ഒഴിവാക്കണം എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റും കൂടെ ആയിരുന്നു. ഞാനും കൂടെ, കാരണം അത് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ കുഴിച്ച കുഴിയിൽ നമ്മൾ വീഴും. അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാനും കൂടെ ആവശ്യപ്പെട്ടിട്ടാണ് സത്യത്തിൽ ഇന്നത്തെ പ്രതിഷേധ പ്രകടനങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു സംശയമുണ്ട്, മൊത്തം ഒരു പ്രകോപനം ഉണ്ടാക്കിയിട്ട് ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ? ഞാൻ വന്ന ദിവസം തൊട്ട് ഇതുണ്ടല്ലോ, ഞാൻ വന്ന ദിവസം തൊട്ട് ഞാൻ പറഞ്ഞ എല്ലാ ഒപ്പീനിയനുകളും എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അവിടെ എവിടെയും യാതൊരുവിധ സ്ത്രീവിരുദ്ധതയും പറയാത്ത ഞാൻ സ്ത്രീവിരുദ്ധത പറഞ്ഞു. അതുകൊണ്ട് അമ്മമാർ തടയുന്നു എന്ന് പറയുന്നു. നോക്കൂ, ആ തടയുന്ന വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ അതേ വീഡിയോയിൽ ഒരു അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ റോഡ് അവരുടെ അല്ല മോനെ, നിങ്ങളൊന്ന് എൻ്റെ വീട് വരെ വരൂ എന്ന് പറഞ്ഞ് പിടിച്ചു വലിക്കുന്നത് കാണാം. അതുപോലെ അമ്മയാണല്ലോ, ആ അമ്മയ്ക്ക് ഈ പ്രശ്നങ്ങളില്ലല്ലോ. BJPക്ക് ഏറ്റവും കൂടുതൽ ഡോമിനൻസ് ഉള്ള ഒരു മേഖലയാണ് ഈ വടക്കന്തറ മേഖലയ്ക്ക്. അവിടെ ഇത്തരത്തിലൊരു ആവശ്യം BJPക്ക് ഉണ്ടായിരുന്നു? അത് അവരല്ലേ ആലോചിക്കേണ്ടത്, ഇത്തരത്തിലൊരു കാര്യം ആവശ്യമുണ്ടോ എന്നുള്ളത്. എൻ്റെ ആ അമ്മമാർ കയ്യിൽ പിടിച്ച് വലിച്ച് വീട്ടിൽ പോകാൻ പറയുമ്പോഴും ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായാണ്. അപ്പോഴും ഈ സ്ത്രീവിരുദ്ധത പറഞ്ഞു എന്ന് പറയുന്ന ഞാൻ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി വന്നതൊരു സ്ത്രീ ആയതുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായും നിശബ്ദനായി നിന്നുകൊണ്ട് എല്ലാ റെസ്പെക്റ്റും കൊടുത്തുകൊണ്ട് കൈയും പുറകിട്ട് നിശബ്ദനായിട്ട് നിന്നത്. അവരൊരു സ്ത്രീയാണ്, ഞാൻ അതിനെതിരെ ഇപ്പോൾ തൽക്കാലം ഒന്നും പറയാൻ പാടില്ല എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി നിന്നിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും അത്തരത്തിൽ തന്നെ ചെയ്യും, അല്ലെങ്കിൽ തുടരേണ്ടതാണ് എന്ന് പറയുന്ന നിലപാടാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അത് ഒട്ടും ശരിയല്ല. നമ്മുടെ മുഖ്യമന്ത്രി മുതൽ ഈ കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ വോട്ടർമാർ വരെ ഉൾപ്പെടെയുള്ള ജനാധിപത്യ ബോധമുള്ള എല്ലാവരും ഒരുപോലെ ഇത് മോശമായിപ്പോയി എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ ഇപ്പോഴും ഇവിടുത്തെ NDA അതൊരു മോശമായി പോയ കാര്യമാണെന്ന് എവിടെയും പറഞ്ഞ് ഞാൻ കേട്ടില്ല. കുഴപ്പമില്ല. ഗോവിന്ദൻ്റെ പാർട്ടിയിലിപ്പം പഴയ പാർട്ടിയല്ല. ആ പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കറിയാൻ കൃത്യമായ സംവിധാനമുണ്ട്. എന്താണ് അതിനകത്ത് നടക്കുന്നതെന്ന് അറിയാൻ ഇപ്പം പഴയതുപോലെ കൂട്ടിട്ടിട്ടുള്ള രഹസ്യ അറകളൊന്നും അവിടെ ഇപ്പം ഇല്ല. അപ്പോൾ അതുകൊണ്ട് MV ഗോവിന്ദൻ പറഞ്ഞത് ഞാൻ വെറുതെ വ്യാജ ആരോപണമാണ് ഉന്നയിക്കുന്നത് പറഞ്ഞ് തീർച്ചയായിട്ടും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതാണ്. അവിടെ ഒരു കാര്യമുണ്ട്, തെളിവുകൾ പുറപ്പെടുവിക്കുന്നതല്ലല്ലോ പ്രശ്നം. ഞങ്ങൾ ഉന്നയിച്ച കാര്യം അവിടെ പ്രിൻ്റ് ചെയ്യുന്നതായിട്ടുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് CPMൻ്റെ ഓഫീസാണ്. ആ ഓഫീസിലെ 3-ാം നിലയിലാണ് പ്രിൻ്റ് ചെയ്യുന്നതായിട്ടുള്ള വിവരം കിട്ടിയിട്ടുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾ പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇനി ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷൻ്റെ അല്ലേ? ഇത്തരം കാര്യത്തിൽ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഇന്നലെ വൈകുന്നേരം തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് പുത്തരിയൊന്നുമല്ല, പയ്യന്നൂരിൽ തളിപ്പറമ്പിലും പുത്തരിയൊന്നുമല്ല. ഒരുപാട് വ്യാജ ID കാർഡ് ഉണ്ടാക്കാറുണ്ട്, കള്ളവോട്ട് ചെയ്യാറുണ്ട്, ബാങ്കുകൾ പിടിച്ചെടുക്കാറുണ്ട്, സഹകരണ സ്ഥാപനങ്ങളും അതുപോലെ പഞ്ചായത്തുകളും പിടിച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞിട്ട് തോന്നുന്നു മാർക്സിസ്റ്റ് പാർട്ടിക്ക് ശൈലിയെക്കുറിച്ച് അറിയേ ഇല്ല.
ഇങ്ങനെ വ്യാജ ID കാർഡൊന്നും അവർ നിർമ്മിക്കാറില്ല, കള്ളവോട്ട് അവർ ചെയ്യാറേ ഇല്ല. മരിച്ചുപോയവരുടെ വരെ വോട്ട് ചെയ്യുന്ന പാർട്ടിയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മരിച്ചുപോയവർ തിരിച്ചു വരുന്നത് ഈ ഇലക്ഷൻ കാലത്താണ്. കണ്ണൂരിലത് കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ആ പറയുന്നതിലും കാര്യമില്ല. അന്വേഷിക്കട്ടെ, ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ, അവർക്ക് ആവശ്യമായ തെളിവുകൾ കിട്ടും. അവരുടെ പ്രചരണ വാഹനത്തിൽ നിന്നുള്ള അനൗൺസ്മെൻറ്റാണ് പുറത്തു വന്നത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പം ഈ പിഷാരടിയുടെ കാര്യം പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആരോഗ്യകരമായ ഒരു മത്സരമാക്കിയിട്ടാണ് മാറ്റേണ്ടത്. അത് എതിർ കാൻഡിഡേറ്റിനെ വളരെ മോശമായി മ്ലേച്ഛമായി ചിത്രീകരിച്ച്, അതും തീർത്തും വർഗീയമായിട്ട് ചിത്രീകരിച്ചിട്ട് മുന്നോട്ട് പോവുകയല്ല വേണ്ടത്. അപ്പോൾ ആ കാര്യത്തിൽ കൃത്യതയോടുകൂടി നമുക്ക് പറയാൻ ആഗ്രഹമുള്ളത്, തിരഞ്ഞെടുപ്പിൻ്റെ സാമാന്യമായിട്ടുള്ള മര്യാദകൾ പാലിച്ചുകൊണ്ട് പോകുന്നതാണ് എല്ലാവർക്കും നല്ലത്. അതിന് വിട്ടു പോയാൽ അതിന് അവർ തന്നെയായിരിക്കും മറുപടി പറയേണ്ടി വരിക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.